നാരായണ, കേരളത്തിൽ ഇത്രയധികം കൃഷ്ണഭക്തന്മാരോ? നാരായണ 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 അല്ലടിയാ, രാം രാം ഹരേ രാം രാം രാം. ഇത്ര ചെറുപ്പത്തിലെ കൃഷ്ണഭക്തന്മാരായി തീർന്ന നിങ്ങളൊക്കെ ആരാണ്? അളിയനോ? നാരായണ, ആശാൻ എവിടുന്നാ വരുന്നേ? ഊളം പറയുന്നോ കുതിരവട്ടം നിന്നോ? നാം ദേവലോകത്ത് നിന്നും വരികയാണ്. ദേവലോകത്തുനിന്നല്ലേ വരവ്? ശൈല കഴിച്ചോ? എന്താ ഇത്? അമൃത് അമൃത്. നമുക്കൊന്നും ശീലമില്ല. വേണ്ട. മാറൂ. മാറൂ. വേണ്ട. കേരളത്തിൽ വന്ന ആദ്യത്തെ അനുഭവം തന്നെ ഇത്ര ക്രൂരമായി പോയല്ലോ നാരായണ. നാരായണ നാരായണ നാരായണ. എന്നെ വിളിച്ചോ? പിന്നെ എന്റെ പേരെങ്ങനെ മനസ്സിലായി? നാരായണ. വെറും നാരായണല്ല, നാരായണൻ നമ്പൂതിരി. പണ്ട് ആന ഉണ്ടായിരുന്ന ഇല്ലത്തിലെയാ, പക്ഷെ ഇപ്പൊ കുഴിയാന പോലും ഇല്ല. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. CID യോ വിജിലൻസോ അതോ ടെമ്പിൾ സ്ക്വാഡോ? ഈ പൊതികെട്ടിൽ എന്താണ്? ഇനിയിപ്പോ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ദാ ഭഗവതിയുടെ വിഗ്രഹമല്ലേ? കൂടെ കൊണ്ടു നടക്കുകയാണോ പരമഭക്തൻ? ഇത് വിദേശത്തേക്ക് കയറ്റി അയക്കാനാ. നല്ല കാര്യം. അവിടെയും ഭക്തന്മാർ വളരട്ടെ. അതിന്റെ പ്രത്യേക പുണ്യം നിങ്ങൾക്ക് കിട്ടും. പുണ്യം മണ്ണാൻ കട്ട. ജീവിക്കാൻ വഴിയില്ലാത്തോണ്ടേ പറിച്ചെടുത്തതാ. മനസ്സിലായില്ലേ? മോഷ്ടിച്ചതാണെന്ന്. നാരായണ, പൂജ ചെയ്യുന്ന കൈകൾ കൊണ്ട് വിഗ്രഹം മോഷ്ടിക്കുകയോ? സാറിനത് പറയാം. ഞാൻ ക്ലാസ്സോടെ MA പാസ്സായവനാ, അറിയാവോ? ബിരുദധാരിയായ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? ജോലിയോ? ഇവിടോ? ഇവിടെ ജോലി വേണമെങ്കിലേ 10,000 കൈക്കിൽ കൊടുക്കണം സാറേ. ഓഹോ. ആട്ടെ, ഈ വിഗ്രഹം മോഷ്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലൊരു 4-5 എണ്ണം കൂടെ തട്ടണം. അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാനൊരു പടം പിടിക്കും. പടമോ? അതെ, സിനിമ. ഒരു സിനിമാ നടനാവുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം. നമുക്ക് നാരായണനോട് ഒരു പ്രത്യേക മമത തോന്നുന്നു. വരൂ. കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ പകുതി വഴി ചെല്ലുമ്പം വേഷം മാറരുത്. നാരായണൻ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സാറേ, ഈ പോലീസിനെയും പേപ്പട്ടിയെയും എവിടെ കണ്ടാലും എനിക്കറിയാം. ഞാൻ ഒരു പ്രത്യേക ആവശ്യത്തിനായി ഇവിടെ വന്നതാണ്. പേര് പറഞ്ഞില്ലല്ലോ. നാരദൻ. അത് കള്ളപ്പേരാ. സത്യം പറ സാറേ, സാറാരാ? ഞാൻ ഒരു സന്യാസിയാണ്. വിരോധമില്ലെങ്കിൽ ഞാനും കൂടെ വരാം. വന്നോ? പക്ഷെ സ്റ്റേഷൻ അടുത്തെത്തുമ്പം തൊണ്ടി സഹിതം തട്ടി അകത്താക്കാമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. പോലീസ് സാറേ, എന്തോ കുഴപ്പ കേസാണ്. എനിക്ക് കാല് മേലെ പയ്യെ ഓടാ. വീണേനെ നില്ലടാ അവിടെ. നില്ലടാ അവിടെ. എവിടെ പോയി? അവിടെ എളുപ്പവാ. ഒന്ന് പിടിക്കൂ നാരായണ. ഓ, ഇതിനെ കൊണ്ടുവന്ന് തന്നെ അബദ്ധമായി. ഓ, ഒന്ന് ആടി ഒലഞ്ഞു വാ. പോലീസ്. എന്താ നാരായണ? പോലീസ്.
നീ കേറി കൊച്ചപ്പിയല്ലടാ. എന്നാണോ നീ പോലീസായത്? എവിടെ നിന്നാണ് നിനക്ക് ഈ യൂണിഫോം കിട്ടിയത്? എന്തോ നാടോ ഇത്? ഫാൻസി ഡ്രസ്സോ അതോ നാടകത്തിൽ നിന്ന് ഒളിച്ചോടി വന്നതോ? സാറേ, ഇവന്മാര് പല വേഷവും കെട്ടും. ഇവരുടെ കയ്യിലുള്ള വിഗ്രഹമാണ് ഇവന്മാര് തട്ടിയെടുത്തത്. എടോ, തന്നെ ഒന്നും സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി സാർ. ഞങ്ങളുടെ കൈയും കാലും വായും കെട്ടിയത് കൊണ്ട് ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റിയില്ല സാർ. ഉത്തരവ്. ആ ഇവന്മാർ നാലുപേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കോ. ഞാനൊന്ന് SP ഓഫീസറെ പോയിട്ട് വരാം. ഒരു മുന്നറിയിപ്പില്ലാത്ത വരവാണല്ലേ സാറേ? എന്തടേ ഇത്? എടാ അന്യായത്തെ പേപ്പട്ടി പറയൂ സാർ, യൂണിഫോം എവിടെ കൊണ്ട് പണം വെച്ചോടാ? ഭയങ്കര ഉഷ്ണം, വിയർപ്പ്. അതുകൊണ്ട് ഞങ്ങളുടെ യൂണിഫോം ഒരു യുമാരെ ഇടിപ്പിച്ചു. അല്ല, നീ ഇവിടുത്തെ പഴയ റൗഡി കൊച്ചപ്പിയല്ലേ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലടേ. വരണ്ട അങ്ങോട്ട് നടക്കടാ. ഞങ്ങൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇട്ടോട്ടോ പറ്റ ഡ്രസ്സായത്. പോയി ഉറടാ. ഇവരെല്ലാം ആരാ? ആരാ? ഇതാണോ പെണ്ണോ? എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. സാറാമേ, അകത്തുകൊണ്ട് പോയി പരിശോധിക്കുവോ? അയ്യോ, മാറിന്നില്ല. എങ്ങോട്ടാണ് സാർ? നെഞ്ചത്തേക്കാണ്. അയ്യോ, എടാ ഈ ഇടിക്കട്ടെ ഏത് സ്റ്റേഷനിൽ മോഷ്ടിച്ചടാ? അയ്യോ, അതെന്റെ താളക്കട്ടയാണ്. താഴേക്കെത്തി. ഇവൻ ഏതോ കല്യാണ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്നതാ. കണ്ടില്ലേ? മുടിയിൽ പൂവ്, കഴുത്തില് ഹാരം, കയ്യില് ചട്ടകം. സാറേ, ഇദ്ദേഹം നിരപരാധിയാണ്. മിണ്ടാതെടാ. നീ ആരും ഇവന്റെ വക്കീലോ? കെട്ടടാ കൈ. നിനക്ക് നാക്കില്ലടാ റാസ്കൽ. ആ പേര്? നാരദൻ. വാലൊന്നുമില്ലടേ. ഏയ്, വാലൊന്നുമില്ലെന്ന് ചോദിച്ചേ. നിന്റെ പേരിന്റെ പിന്നാലെ നായരോ നമ്പൂരിയോ നമ്പ്യാരോ വല്ല ഉണ്ടോ അറിയാനാ? ഇല്ല. ഒന്നില്ല സാർ. ഇവൻ ആൾ ക്രോസാ. ദൈവത്തിന്റെ രൂപം മനുഷ്യന്റെ കയ്യിലിരിക്കും. ഇത് പൊന്നോ വെള്ളിയോ? അതിപ്പോ ഉരച്ചു നോക്കല്ലേ അറിയാനൊക്കെ. ഞാൻ നിന്നെ കൊണ്ട് വരപ്പിക്കൂ. വേണ്ട, എന്റെ പെട്ടിയിലെടുത്ത് വെക്കൂ. രാത്രി ഞാൻ വീട്ടിൽ പോയിട്ട് ഉരച്ചു നോക്കിക്കോളാം. കണ്ടോ, ഇതാണ് കയ്യിലിരിപ്പ്. പിന്നെ എങ്ങനെ നമ്മളെ പോലുള്ള ആൾക്കാരെങ്കിലും ജീവിക്കല്ലേ? എന്താടോ? അതൊന്നുമില്ല, ഇതേ പഞ്ചലോഹാണെന്ന് പറയണം. പറഞ്ഞതനുസരിച്ചാ മതി. ഓ സാർ, സാർ നമുക്ക് ഇവന്മാരെ വിടണ്ട. നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിൽ തെളിയാതെ കിടക്കുന്ന എല്ലാ വിഗ്രഹമോഷണ കേസും നമുക്ക് ഇവരുടെ പേരിൽ ചാർജ് ചെയ്യാം. അതുവരെ ഇവരോട് ഇരിക്കട്ടെ സാർ. സാറാമേ, ഇവരകത്താക്കൂ. അതിന് സാറാമാണ് സാർ. അത് ഞാൻ മതി. ഇങ്ങോട്ട് നടക്കണേ. എടാ ഇവിടെ നടക്കാൻ സാറിനെ കുളത്തിയല്ലോ എടാ. എടാ, കഴിഞ്ഞ പോലീസിനെ വർദ്ധിക്കുന്നില്ല. എടാ അങ്ങോട്ട് നടക്കണം. നാരായണ, ആള് കൊള്ളാം.